ഇറാനിലെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ അമേരിക്ക ആക്രമണം, സംയുക്ത ആക്രമണം. വൻ നാശനഷ്ടം ഈ ആക്രമണങ്ങളിൽ ഉണ്ടായി എന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഇറാൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം അരികില്ലെന്നാണ് ഇസ്രായേലിന്റെ പ്രഖ്യാപനം. തലസ്ഥാനമായ ടെഹ്റാനിൽ പലയിടത്തും വൻ തീപിടുത്തം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പകരം ഇന്നലെ നടത്തിയ പ്രസ്താവനയ്ക്ക് വിരുദ്ധമായി ഇറാൻ പശ്ചിമേഷ്യയിൽ വീണ്ടും ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. കുവൈറ്റ് വിമാനത്താവളത്തിന് സമീപത്തെ എണ്ണ ടാങ്ക് ഡ്രോൺ ഉപയോഗിച്ച് തകർത്തുവെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ദുബായിൽ ഒരു പാകിസ്ഥാൻ സ്വദേശി കൊല്ലപ്പെടുന്ന പശ്ചാത്തലവുമൊക്കെ ഉണ്ട്. ഇങ്ങനെ വലിയ ആക്രമണം ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്നു. ഇന്നലെയാണ് ഈ സംയുക്ത ആക്രമണം ശക്തമാക്കുമെന്നുള്ള മുന്നറിയിപ്പ് അമേരിക്കയുടെ ഭാഗത്തുണ്ടായത്. അതേതാണ്ട് സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇറാനിലെ പല മേഖലകളിലും വലിയ തോതിലുള്ള സ്ഫോടനങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പശ്ചാത്തലം കൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഒപ്പം ഒരു ചർച്ചകൾക്കും തങ്ങൾ തയ്യാറല്ല എന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹു ആകട്ടെ ഇറാനിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുമെന്ന് നേരത്തെ തന്നെ നമുക്കറിയാം. അമേരിക്കയും ഇസ്രായേലും ഒക്കെ പറയുന്നത് ഇപ്പോഴത്തെ ഭരണകൂടത്തെ അട്ടിമറിച്ച് തങ്ങൾക്ക് അനുകൂലമായ ഒരു ഭരണകൂടം സ്ഥാപിക്കുക വഴി ഇറാന്റെ ഇപ്പോഴുള്ള അവസ്ഥ മാറ്റും. അവിടുത്തെ വിധേയത്വം, ഭരണകൂടത്തിലുള്ള ജനങ്ങളുടെ വിധേയത്തിൽ മാറ്റമുണ്ടാകും. ഇറാനിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുമെന്ന് മറ്റുമാണ്. അതവർ സാധിക്കുമോ എന്നത് കാത്തിരുന്ന് കാണണം. അജയ് സുധ ബിജു ഉണ്ട്. അജയ്, വലിയ ആക്രമണം ഇന്നലെ രാത്രി ഇന്ന് രാവിലെയൊക്കെ ഉണ്ടാകുന്നു ഇറാനിൽ എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. എണ്ണ സംഭരണ കേന്ദ്രങ്ങളാണ് ലക്ഷ്യം. നമുക്കറിയാം ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ. അവ തകർക്കുക വഴി വൻ നാശമാണ് ലക്ഷ്യം വെക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ തലസ്ഥാന നഗരമായിട്ടുള്ള ടെഹ്റാനിലും അതുപോലെ തന്നെ ഇറാന്റെ പല ഭാഗങ്ങളിലും പ്രധാനമായിട്ടും അവരുടെ സാമ്പത്തിക മേഖലകളായിട്ടുള്ള പല നഗരങ്ങളും കേന്ദ്രീകരിച്ചാണ് ഇന്നലെ ഇസ്രായേലും അതുപോലെ തന്നെ US-ഉം സംയുക്ത ആക്രമണം നടത്തിയത്. ഇവിടങ്ങളിലുള്ള പാടങ്ങളായിരുന്നു ആക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. ഇത് ഫലം കാണുകയും ഈ എണ്ണപ്പാടങ്ങളിൽ വലിയ തീപിടുത്തമുണ്ടാവുകയും ചെയ്തു. നമ്മളെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ടെഹ്റാൻ നഗരത്തിലുണ്ടായത്. പലതരം അവരുടെ പല പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ കെട്ടിടങ്ങളും അതുപോലെ തന്നെ റോഡുകളും ജനവാസ മേഖലകളിലൊട്ടാകെ കനത്ത തീപിടുത്തം തന്നെ ഉണ്ടായി. ഈ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാനൊക്കെ വളരെയധികം പാടുപെട്ട് ഇറാൻ ശ്രമിച്ചു. ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇതിന് പിന്നാലെ വളരെ കടുത്ത പ്രതികരണമാണ് അവരുടെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ നേതാവായിട്ടുള്ള അലി ലാരിജാനിയുടെ ഭാഗത്തു നിന്നും വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് ഇറാൻ മുന്നോട്ട് വെച്ച സൗഹൃദ സന്ദേശം അത് അമേരിക്ക തള്ളിക്കളഞ്ഞു, അമേരിക്ക ഈ ഒരു സഹായ നീക്കത്തെ കൊന്നുകളഞ്ഞു എന്നെല്ലാമാണ് ഈ നേതാക്കൾ അഭിപ്രായപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫലം അമേരിക്ക തീർച്ചയായിട്ടും അനുഭവിക്കും എന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ ട്രംപ് കൊല്ലപ്പെടുന്ന അമേരിക്കൻ സൈനികരുടെ എണ്ണം അത് ട്രംപ് മറച്ചു വയ്ക്കുകയാണ്. ഇറാന്റെ കസ്റ്റഡിയിൽ ഇനിയും അമേരിക്കൻ ഉദ്യോഗസ്ഥരുണ്ട്, അവരെ ജീവനോടെ പിടിച്ചതാണ് ഞങ്ങൾ എന്നെല്ലാം ഈ നേതാക്കൾ അവകാശപ്പെടുന്നു. എന്നാൽ അമേരിക്ക ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. കൊല്ലപ്പെട്ട 6 ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ അത് അമേരിക്ക പുറത്തുവിട്ടിട്ടുണ്ട്. ഇവരുടെ മൃതദേഹങ്ങൾ അത് US-ൽ എത്തിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ട്രംപ് സല്യൂട്ടോടെയാണ് ആ മൃതദേഹങ്ങളെ എയർപോർട്ടിൽ വരവേറ്റത്. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ ഈ മരണസംഖ്യ, ഈ US-ൽ കൊല്ലപ്പെടുന്ന സൈനികരുടെ മരണസംഖ്യയുടെ എണ്ണത്തെ സംബന്ധിച്ചും ഇറാനും അമേരിക്കയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇത്തരം ഒരു വാഗ്വാദങ്ങൾക്ക് പിന്നാലെ ഇറാൻ പ്രത്യാക്രമണം അത് രൂക്ഷമാക്കുകയായിരുന്നു. ഈ ഇസ്രായേലിന് നേരെ അടുത്ത ഘട്ട ആക്രമണം ആരംഭിച്ചതായിട്ട് ഇതിനോടകം തന്നെ IRGC വ്യക്തമാക്കി. 27th വേവ് ഓഫ് അറ്റാക്കാണ് ഇസ്രായേലിനെതിരെ ആരംഭിച്ചതെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഇസ്രായേലിലേക്കും അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലുള്ള US-ന്റെ മിലിറ്ററി താവളങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. കുവൈറ്റിനെയാണ് ഇത് ഏറ്റവും രൂക്ഷമായി ബാധിച്ചത്. അയൽ രാജ്യങ്ങളെ ആക്രമിക്കില്ലെന്നായിരുന്നു ഇറാൻ പ്രസിഡന്റ് വാക്കുകൾ. ഒരു ക്ഷമാപണമൊക്കെ ഇറാൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ പശ്ചാത്തലമുണ്ടായിരുന്നു. ആ വാക്കുകൾക്ക് മണിക്കൂറുകളുടെ മാത്രം ആയുസ്സാണ് ഉണ്ടായിരുന്നത് എന്നത് ഏറ്റവും നിർണായകമാണ്. ഖത്തറിനെയും ബഹ്റിനെയും ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണം നടത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. മിസൈലുകളെ ഫലപ്രദമായി തടഞ്ഞതായി ഖത്തർ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ബഹ്റിനിലെ US സേനാ താവളം ആക്രമിച്ചതായും ഇറാൻ അവകാശപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. ഇറാനിലെ ആക്രമണത്തിന് മറുപടിയായാണ് ഇത്തരം ആക്രമണങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അറബ് ലീഗ് രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് സ്വീകരിക്കുക എന്നത് ഏറ്റവും നിർണായകമായ ഒന്നാണ്. ബഹ്റിനിലെ US സൈനിക താവളത്തിന് നേരെയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് മിസൈലുകൾ ഉപയോഗിച്ചത്. ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള ശുദ്ധജല പ്ലാന്റിന് നേരെ അമേരിക്ക ആക്രമണം നടത്തിയ റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഇറാൻ ഇത്തരത്തിൽ അറബ് രാജ്യങ്ങൾക്ക് നേരെ തിരിച്ചടിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം അറബ് ലീഗ് യോഗം ചേരുന്നു. അറബ് രാഷ്ട്രങ്ങൾക്കെതിരെ ഇത്തരം വലിയ ആക്രമണങ്ങൾ ഇറാൻ തുടർന്നാൽ അവരുടെ റെസ്പോൺസ് എന്താകുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അജയ്, അതാണ് പ്രധാനം. കാരണം ഇന്ന് അറബ് ലീഗിൻ്റെ യോഗമുണ്ട്. അവർ ഇക്കാര്യങ്ങൾ വിശദമായി ചർച്ച
ചെയ്യും. ചില മുന്നറിയിപ്പുകൾ അറബ് രാഷ്ട്രങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇറാനെതിരെയുണ്ട്. അവർ സംയുക്തമായി ഒരു ആക്രമണത്തിന് കോപ്പ് കൂട്ടിയാൽ അത്ര എളുപ്പമല്ല ഇറാന്റെ അവസ്ഥ. ഇപ്പോൾ ഗൾഫ് കൗൺസിൽ മാത്രമല്ല ഗൾഫ് കോർപ്പറേഷൻ ഓഫ് ഇപ്പോൾ കൗൺസിൽ അവർ ഇപ്പോൾ ഒരു സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയതായിട്ടും വിവരമുണ്ട്. അതായത് ഈ കുവൈറ്റിലേക്കും അതുപോലെ തന്നെ ബഹ്റൈനിലേക്കും വന്ന ആക്രമണങ്ങളെ അപലപിച്ചുകൊണ്ട് ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ ഇതിനോടകം തന്നെ ഒരു പ്രസ്താവന പുറത്തുവിട്ടിട്ടുണ്ട്. ഇവരുടെ യോഗത്തിന് ശേഷം മറ്റ് വിശദാംശങ്ങൾ കൂടി, അതായത് ഇറാനെതിരെ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരുമെന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. ഇത് അപകടം പിടിച്ച ആക്രമണമാണ് നടന്നിരിക്കുന്നതെന്നാണ് ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു അമേരിക്കയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ആക്രമണം, അത് ഈ മേഖലയിലുള്ള എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമല്ല, ഈ ഹോർമുസ് കടലിടുക്കിലുള്ള ഈ ശുദ്ധജല പ്ലാന്റിന് നേരെ നടത്തിയിട്ടുള്ള ആക്രമണത്തിലും വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിംഗ് ഉണ്ട്. അതായത് പശ്ചിമേഷ്യയിൽ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നങ്ങളിലൊന്നാണ് അവരുടെ ശുദ്ധജലത്തിൻ്റെ ഒരു ദൗർലഭ്യം. പലപ്പോഴും ഇത്തരം പ്ലാന്റുകൾ വഴി, ഈ ശുദ്ധജല പ്ലാന്റുകൾ വഴി അവിടെ ലഭ്യമായിട്ടുള്ള ജലം അത് ശുദ്ധീകരിച്ച് മറ്റ് ജനവാസ മേഖലകളിലേക്ക് വിതരണം ചെയ്യുന്ന ഒരു രീതിയാണ് പശ്ചിമേഷ്യയിലുള്ള മിക്ക രാജ്യങ്ങളും പിന്തുടർന്നു വന്നിരുന്നത്. അപ്പോൾ ഇത്തരം ഒരു പ്രധാനപ്പെട്ട റിഫൈനറിക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ അത് ഇറാന്റെ ഒരു കുടിവെള്ള പ്രതിസന്ധി അത് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പല മേഖലകളിലൂടെയും ഇറാനെ പിടിച്ചു മുറുക്കുക, ഇത് തന്നെയാണ് US ലക്ഷ്യമിടുന്നത്. ഇതിനിടെ പശ്ചിമേഷ്യയിലുള്ള ആക്രമണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്രമണം നടന്നത് കുവൈറ്റിലാണ്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള ഒരു ഓയിൽ ടാങ്കറിന് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ഈ ഡ്രോൺ ആക്രമണത്തിൽ ഈ ഓയിൽ ടാങ്ക് തകരുകയും ഈ വിമാനത്താവളത്തിന് സമീപം തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുവൈറ്റിലുള്ള പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ സെക്യൂരിറ്റി കെട്ടിടം, ഈ കെട്ടിടത്തിന് നേരെയും ആക്രമണമുണ്ടായി. ഈ കെട്ടിടം നിന്ന് കത്തുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് വന്നിരുന്നു. എന്നാൽ കുവൈറ്റ് ഭരണകൂടം ഇതുവരെ കാഷ്വാലിറ്റീസിൻ്റെ എണ്ണമൊന്നും പുറത്തുവിട്ടിട്ടില്ല. മരണസംഖ്യയൊന്നും നിലവിൽ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ദുബായിൽ ഇതിനിടെ ഒരു മരണമുണ്ടായിട്ടുണ്ട്. അവിടെ ഒരു ഡ്രോൺ ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചത് കാരണമുള്ള തീപിടുത്തത്തിൽ, ഈ ഡ്രോണിന്റെ അവശിഷ്ടം വീണുണ്ടായ തീപിടുത്തത്തിൽ ഒരു പാകിസ്ഥാൻ പൗരൻ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. തീർച്ചയായും ഏതായാലും പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സമാധാന സമീപനം അമേരിക്ക നശിപ്പിച്ചുവെന്നാണ് ഇറാന്റെ ആരോപണം. ഇറാന്റെ സൗഹൃദ സന്ദേശത്തെ ട്രംപ് കൊന്നു എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി ആരോപിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഇറാനെ ആക്രമിക്കാൻ അയൽരാജ്യങ്ങളെ ഉപയോഗിക്കരുത് എന്നായിരുന്നു ഇറാന്റെ ആവശ്യം. ഇത് ട്രംപ് ലംഘിച്ചുവെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. സംഘർഷം അവസാനിപ്പിക്കാനുള്ള സന്ദേശമാണ് ഇറാൻ പ്രസിഡന്റ് നൽകിയത്. അമേരിക്കയെ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ തടയണം എന്ന് ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ തിരിച്ചടി തുടരും. തങ്ങളുടെ മണ്ണ് അമേരിക്കയ്ക്ക് നൽകരുത് എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടത്. പക്ഷേ അത് പൂർണ്ണമായി ലംഘിക്കപ്പെട്ടു എന്നാണ് ഇറാന്റെ ആരോപണം. അമേരിക്കൻ സൈനികർ ഇറാന്റെ പിടിയിലായെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലറിജാനി അവകാശപ്പെട്ട ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ ഒപ്പം എത്ര സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളത് യഥാർത്ഥ കണക്ക് അമേരിക്ക പറയുന്നില്ല എന്നും അലി ലറിജാനി ആരോപിക്കുന്നുണ്ട്. സമാധാന സമീപനം തങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ അത് നശിപ്പിച്ചുവെന്നാണ് ഔദ്യോഗിക ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ അലി ലറിജാനി ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഒപ്പം അറബ് രാജ്യങ്ങൾ ട്രംപിനെ വെറുതെ വിടില്ല, ഒപ്പം സാധാരണക്കാരെ കൊലപ്പെടുത്തിയതിന് ട്രംപിന് അർഹമായ ശിക്ഷ കിട്ടുമെന്നുമൊക്കെയുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടാകുന്നത് ട്രംപിനെ ചില്ലറ അല്ല പ്രകോപിപ്പിക്കുന്നത്.